ലേണേഴ്സ് എഡ്യൂസോണിൻ്റെ എല്ലാ വീഡിയോസും ഇപ്പോൾ PDF ആയി അവൈലബിൾ ആണ്. PDF ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. കാർട്ടൂണിസ്റ്റുകൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള മൗലിക അവകാശമുണ്ടെന്ന് വിധി പ്രസ്താവിച്ച കോടതി കേരള ഹൈക്കോടതി. സെബി പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ട് സേവ. ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം സങ്കൻ മ്യൂസിയം നിലവിൽ വന്നത് ഡൽഹി. ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത് ഡൽഹി. രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ആരംഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ജൻ സുരാജ് പാർട്ടി. 2025 പുരുഷ ഏഷ്യ കപ്പിന് വേദിയാകുന്നത് ഇന്ത്യ. 2025 പുരുഷ ഏഷ്യ കപ്പിന് വേദിയാകുന്നത് ഇന്ത്യ. ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സൺ ആയി നിയമിതയായത് പ്രീതി സുദൻ. ഓറോ പോഷെ എന്ന വൈറസ് ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം ബ്രസീൽ. ഓറോപോഷെ എന്ന് പറഞ്ഞൊരു വൈറൽ ഇൻഫെക്ഷനാണ്. നമ്മുടെ ഡെങ്കിപ്പനി പോലത്തെ ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. അതിൻ്റെ ലക്ഷണങ്ങളാണ് അധികം കാണിക്കുന്നത്. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ് അധികമായിട്ട് കാണിക്കുന്നത്. ഡോക്ടർ സുകുമാരൻ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡിന് 2024 അർഹനായത് ടി പത്മനാഭൻ. രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ മികച്ച ലോങ് ഡോക്യുമെൻ്ററിയായി തിരഞ്ഞെടുത്തത് വസുദൈവക കുടുംബകം. സംവിധാനം ആനന്ദ് പട്വർദ്ധൻ. രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ മികച്ച ലോങ് ഡോക്യുമെൻ്ററിയായി തിരഞ്ഞെടുത്തത് വസുദൈവക കുടുംബകം. സ്കൂൾ സമയം രാവിലെ 8 മുതൽ 1 മണി വരെയാക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി റിപ്പോർട്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. സ്കൂൾ സമയം രാവിലെ 8 മുതൽ 1 മണി വരെയാക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി റിപ്പോർട്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. ഊർജ ഉൽപാദനത്തിന് വിൻഡ് ടർബൈൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് പെരിയാർ ടൈഗർ റിസർവ്. ഊർജ ഉൽപാദനത്തിന് വിൻഡ് ടർബൈൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് പെരിയാർ ടൈഗർ റിസർവ്. ഓപ്പറേഷൻ ഫുട്പാത്ത് ആരംഭിച്ച ജില്ലാ ഭരണകൂടം എറണാകുളം. സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറപ്പെടുവിച്ച സംസ്ഥാനം കേരളം. സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. വ്യോമയാന മേഖലയിൽ ആത്മനിർഭർ ഭാരത് നയങ്ങൾ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് 90 വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റ് നിയമം ഭേദഗതി ചെയ്യാൻ അവതരിപ്പിച്ച ബിൽ ഭാരതീയ വായുയാൻ വിധേയക് ബിൽ. വ്യോമയാന മേഖലയിൽ ആത്മനിർഭർ ഭാരത് നയങ്ങൾ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് 90 വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റ് നിയമം ഭേദഗതി ചെയ്യാൻ അവതരിപ്പിച്ച ബിൽ ഭാരതീയ വായുയാൻ വിധേയക് ബിൽ. ഇംഗ്ലീഷ് ചാനൽ വേഗത്തിൽ നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാരാ നീന്തൽ താരം. ഇംഗ്ലീഷ് ചാനൽ ഏറ്റവും വേഗത്തിൽ നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാരാ നീന്തൽ താരം GRI. ഒളിമ്പിക് മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം അശ്വിനി പൊന്നപ്പ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഈജിപ്തിന് വേണ്ടി മത്സരിച്ച വനിതാ താരം നദ്ദ ഹഫീസ്. വയനാട്ടിലെ ചൂരൽമലയിൽ ബെയ്ലി പാലം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ വനിതാ ഉദ്യോഗസ്ഥ മേജർ സീത ഷെൽക്കെ. വയനാട്ടിലെ ചൂരൽമലയിൽ ബെയ്ലി പാലം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ വനിതാ ഉദ്യോഗസ്ഥ മേജർ സീത ഷെൽക്കെ. വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന പാലമാണ് ബെയ്ലി പാലം. ഒരു ടെമ്പററി പാലമാണ്.
2024 പാരീസ് ഒളിമ്പിക്സിൽ 50 മീറ്റർ 3 പൊസിഷനിൽ വെങ്കല മെഡൽ നേടിയത് സ്വപ്നിൽ കുസാലെ. 2024 പാരീസ് ഒളിമ്പിക്സിൽ 50 മീറ്റർ 3 പൊസിഷനിൽ വെങ്കല മെഡൽ നേടിയത് സ്വപ്നിൽ കുസാലെ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ തയ്യാറാക്കിയ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിൽ ഒന്നാമത് എത്തിയത് രുദ്രപ്രയാഗ്. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. മൂന്നാം സ്ഥാനം തൃശ്ശൂരിനാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ തയ്യാറാക്കിയ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിൽ ഒന്നാമത് എത്തിയത് രുദ്രപ്രയാഗ്. 2005 ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് നിത്യാനന്ദ റായ്. 2005 ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് നിത്യാനന്ദ റായ്. ലൈവ് സ്ട്രീമിങ്ങിനെ സ്വന്തം പ്ലാറ്റ്ഫോം വികസിപ്പിച്ച കോടതി കേരള ഹൈക്കോടതി. ലൈവ് സ്ട്രീമിങ്ങിനെ സ്വന്തം പ്ലാറ്റ്ഫോം വികസിപ്പിച്ച കോടതി കേരള ഹൈക്കോടതി. വിദ്യാഭ്യാസ അവകാശ നിയമം നഴ്സറി പ്രവേശനത്തിന് ബാധകമാണെന്ന് വിധി പ്രഖ്യാപിച്ചത് മദ്രാസ് ഹൈക്കോടതി. വിദ്യാഭ്യാസ അവകാശ നിയമം നഴ്സറി പ്രവേശനത്തിന് ബാധകമാണെന്ന് വിധി പ്രഖ്യാപിച്ചത് മദ്രാസ് ഹൈക്കോടതി. ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ 2024 സെപ്റ്റംബർ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ആരംഭിക്കുന്ന സൈനിക അഭ്യാസം തരംഗ് ശക്തി. ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ 2024 ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ആരംഭിക്കുന്ന സൈനിക അഭ്യാസം തരംഗ് ശക്തി. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂൾ നിലവിൽ വരുന്നത് ഈറ്റാനഗർ, അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂൾ നിലവിൽ വരുന്നത് ഈറ്റാനഗർ, അരുണാചൽ പ്രദേശ്. 2024 ഓഗസ്റ്റിൽ ഇൻസ്റ്റാഗ്രാമിന് വിലക്കേർപ്പെടുത്തിയ രാജ്യം തുർക്കി. 2024 ഓഗസ്റ്റിൽ ഇൻസ്റ്റാഗ്രാമിന് വിലക്കേർപ്പെടുത്തിയ രാജ്യം തുർക്കി. ഒളിമ്പിക് ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസിൽ സെമി ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ. ഒളിമ്പിക് ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസിൽ സെമി ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ. ISRO നാസ സംയുക്ത ദൗത്യമായ ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. ISRO നാസ സംയുക്ത ദൗത്യമായ ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. ഓണത്തിനായി പൂവ് പച്ചക്കറി കൃഷി ചെയ്യുന്ന കുടുംബശ്രീ പദ്ധതി. ഓണത്തിനായി പൂവ് പച്ചക്കറി കൃഷി ചെയ്യുന്ന കുടുംബശ്രീ പദ്ധതി. നിറപ്പൊലിമ 2024. ഓണക്കനി 2024. നിറപ്പൊലിമ 2024. ഓണക്കനി 2024. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ റിപ്പോർട്ട് പ്രകാരം കാലവർഷത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം മഴ ലഭിക്കുന്ന ജില്ല കണ്ണൂർ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ റിപ്പോർട്ട് പ്രകാരം കാലവർഷത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം മഴ ലഭിച്ച ജില്ല കണ്ണൂർ. ഒളിമ്പിക് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് മനു ഭാക്കർ. ഒളിമ്പിക് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് മനു ഭാക്കർ. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ താരം നോഹ ലൈൽസ്. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരം ജൂലിയൻ ആൽഫ്രഡ്. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരം ജൂലിയൻ ആൽഫ്രഡ്. പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാകുന്നത് KC വേണുഗോപാൽ. പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാകുന്നത് KC വേണുഗോപാൽ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനാകുന്നത് മുഹ്സിൻ നഖ്വി. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൽ പ്രസിഡന്റായി നിയമിതനാകുന്നത് മുഹ്സിൻ നഖ്വി. പർവ്വതാരോഹകയും സാഹസികയുമായ സുദീപ്ത സെൻഗുപ്തയുടെ പുതിയ പുസ്തകം ബ്രേക്കിംഗ് റോക്സ് ആൻഡ് ബാരിയേഴ്സ്. പർവ്വതാരോഹകയും സാഹസികയുമായ സുദീപ്ത സെൻഗുപ്തയുടെ പുതിയ പുസ്തകം ബ്രേക്കിംഗ് റോക്സ് ആൻഡ് ബാരിയേഴ്സ്. വിവരശേഖരണത്തിനും ഡാറ്റ റിപ്പോർട്ട് ചെയ്യുന്നതിനായി NIT കാലിക്കറ്റ് ആരംഭിച്ച വെബ് പോർട്ടൽ നിവാഹിക. വിവരശേഖരത്തിനും ഡാറ്റ റിപ്പോർട്ട് ചെയ്യുന്നതിനായി NIT കാലിക്കറ്റ് ആരംഭിച്ച വെബ് പോർട്ടൽ നിവാഹിക. മണിപ്പൂർ സംഘർഷത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ രൂപീകരിച്ച കമ്മിറ്റി ഗീതാ മിത്തൽ കമ്മിറ്റി. മണിപ്പൂർ സംഘർഷത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ രൂപീകരിച്ച കമ്മിറ്റി ഗീതാ മിത്തൽ കമ്മിറ്റി.
ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നേതൃത്വത്തിൽ ശിലാലിഖിതങ്ങളിൽ പഠനം നടത്തുന്ന ക്ഷേത്രം തളീശ്വരാർ ക്ഷേത്രം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ശിലാലിഖിതങ്ങളിൽ പഠനം നടത്തുന്ന ക്ഷേത്രം തളീശ്വരാർ ക്ഷേത്രം. ഫിജി സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഫിജി സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി നിലവിൽ വരുന്നത് നിയോം. ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി നിലവിൽ വരുന്നത് നിയോം. ജനകീയ കലാപത്തെ തുടർന്ന് രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. പാരീസ് ഒളിമ്പിക്സിൽ പോൾ വാൾട്ടിൽ 6.25 മീറ്റർ ഉയരം താണ്ടി ലോക റെക്കോർഡിട്ട താരം അർമാൻഡ് ഡുപ്ലിൻസ്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായി നിയമിതനാകുന്നത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായി നിയമിതനാകുന്നത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ. തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് തിരുവനന്തപുരം നോർത്ത്. തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് തിരുവനന്തപുരം നോർത്ത്. SBIയുടെ പുതിയ ചെയർമാനായി നിയമിതനാകുന്നത് CS സെട്ടി. SBIയുടെ പുതിയ ചെയർമാനായി നിയമിതനാകുന്നത് CS സെട്ടി. അസം റൈഫിൾസിൻ്റെ ജനറൽ ഡയറക്ടറായി അടുത്തിടെ നിയമിതനായത് വികാസ് ലഖേര. അസം റൈഫിൾസിൻ്റെ ജനറൽ ഡയറക്ടറായി അടുത്തിടെ നിയമിതനായത് വികാസ് ലഖേര. 2024 ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2024 ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. PDF ആണ് വേണ്ടതെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. 9497231781.